കാസർഗോട്ടും CPM-ൽ ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളായി വരേണ്ടത് എന്നത് സംബന്ധിച്ച് കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റിലും ധാരണയായിട്ടുണ്ട്. അത് എങ്ങനെ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അവിടെ തൃക്കരിപ്പൂരിൽ VPP മുസ്തഫ മത്സരിക്കാൻ CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ധാരണയാകുമ്പോൾ കാസർഗോഡ് സീറ്റ് INL-ൽ നിന്ന് CPIM ഏറ്റെടുക്കും എന്നുള്ളതാണ്. ഷാനവാസ് പദൂർ ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥിയായി എത്തുക. അതോടൊപ്പം തന്നെ മഞ്ചേശ്വരത്ത് KR ജയാനന്ദയെ നിർദ്ദേശിച്ചപ്പോൾ ഉദുമയിൽ CH കുഞ്ഞമ്പു വീണ്ടും ജനവിധി തേടും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെയും തിരുത്തലുകൾ ഉണ്ടാകാം. അത് സംസ്ഥാന നേതൃത്വം തന്നെയാണ് എടുക്കേണ്ടത്. എന്തു തന്നെയായാലും KV ബൈജു ഇപ്പോൾ ചേരുന്നുണ്ട്. ബൈജു, ഇപ്പോൾ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ധാരണയായിട്ടുണ്ട്. ആ പേരുകളാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. കുഞ്ഞമ്പു അടക്കം വീണ്ടും മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നു. മഞ്ചേശ്വരം ഏറ്റവും ശ്രദ്ധേയമാകുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം എന്നത് നമുക്കറിയാം. അവിടെ BJP കൂടി കരുത്ത് കാണിക്കുന്ന ഒരു മണ്ഡലം ആണ്. ഏത് സാഹചര്യത്തിലാണ് ഈ പേരുകൾ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ഉയർന്നു വന്നത്? അഭിലാഷെ, കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം 5 മണ്ഡലങ്ങളിൽ പതിവായി 3 മണ്ഡലങ്ങളാണ് LDF മത്സരിക്കാറുള്ളത്. അതിൽ മഞ്ചേശ്വരവും ഉദുമയും തൃക്കരിപ്പൂരും. കാഞ്ഞങ്ങാട് മണ്ഡലം കാലങ്ങളായി CPI ആണ് മത്സരിക്കുന്നത്. ഇത്തവണ CPIക്ക് തന്നെ ആ സീറ്റ് കൊടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഉദുമയിൽ CH കുഞ്ഞമ്പു MLA വീണ്ടും മത്സരിക്കുമെന്നത് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. അങ്ങനെ ഒരു പേര് തന്നെയാണ് പോയിട്ടുള്ളത്. പക്ഷേ കാസർഗോഡേക്ക് വന്നാൽ ഷഹനാസ് പാദൂർ LDF സ്വതന്ത്രനായി കാസർഗോഡ് മത്സരിക്കാനുള്ള ഒരു ധാരണയാണെങ്കിലും അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഷഹനാസ് പാദൂർ ഉദ്ദേശിക്കുന്ന ഈ കാസർഗോഡ് മണ്ഡലം കാലങ്ങളായി INL-ന് നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഷഹനാസ് പാദൂറിനെ മഞ്ചേശ്വരത്ത് മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനമുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രാഥമികമായ ഒരു പേര് പോയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മഞ്ചേശ്വരത്ത് ഷഹനാസ് പാദൂർ മത്സരിക്കും. INL-ന് ഈ കാസർഗോഡ് സീറ്റ് തന്നെ മത്സരിക്കാൻ സാധിക്കും. ഇതിൽ തൃക്കരിപ്പൂർ നമുക്കറിയാം ഇടതിന്റെ ഉരുക്കുകോട്ട എന്നൊക്കെ പറയുന്ന സ്ഥലമാണ്. അവിടെ VPP മുസ്തഫയാണ് ഇപ്പോൾ പട്ടികയിലുള്ളത്. രാജഗോപാലൻ MLA ജനകീയനായ ഒരു MLA ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കേണ്ടതില്ല. അതിന് പകരം VPP മുസ്തഫ നേരത്തെ MV ഗോവിന്ദൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായ സമയത്ത് അദ്ദേഹത്തിന് പേഴ്സണൽ സ്റ്റാഫിലുണ്ടായ ഒരാളാണ്. അതിനുശേഷം അദ്ദേഹം മണ്ഡലത്തിലെത്തി കഴിഞ്ഞ കുറേ നാളുകളായി സജീവമായി തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ പ്രവർത്തിക്കുകയാണ്. നേരത്തെ തന്നെ VPP മുസ്തഫയുടെ പേര് ഉയർന്നു വന്നിരുന്നു. അങ്ങനെ VPP മുസ്തഫയുടെ പേര് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ CPIയുടെ ഗോവിന്ദം പള്ളിക്കാപ്പിൽ മത്സരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉദുമയിൽ വളരെ വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഉദുമയിൽ CH കുഞ്ഞമ്പു MLA വീണ്ടും മത്സരിക്കുമ്പോൾ അവിടെ കോൺഗ്രസ് പല കണക്കുകൂട്ടലും നടത്തുന്നുണ്ട്. ലക്ഷ്യ ക്യാമ്പിൽ നമുക്കറിയാം ഉദുമ ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് അവർക്ക് വിലയിരുത്തലുണ്ടായത്. അതുകൊണ്ട് തന്നെ ശരത് ലാലിന്റെ സഹോദരി അമൃതയെ അവിടെ മത്സരിപ്പിക്കാനൊക്കെ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വാശിയേറെ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി അത് മാറും. അതുകൊണ്ട് അവിടെ പുതിയൊരു സ്ഥാനാർത്ഥിയെ വേണ്ട എന്ന തീരുമാനം എത്തിയിരിക്കുന്നു. CH കുഞ്ഞമ്പു MLA തന്നെ വീണ്ടും ഉദുമയിൽ മത്സരിക്കാൻ ധാരണയാവുകയായിരുന്നു. പക്ഷേ കാസർഗോഡും മഞ്ചേശ്വരത്തിന്റെ കാര്യത്തിലാണ് അന്തിമ തീരുമാനം ഇതുവരെ ആകാത്തത്. അങ്ങനെയാണെങ്കിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇത്തവണ ആദ്യമായി ഒരു ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി വരുന്നു എന്നതാണ് ഇടതുപക്ഷത്തിൽ. അത് ഏത് പാർട്ടിക്ക് ഗുണം ചെയ്യുന്നതൊക്കെ വലിയ ചർച്ചാ വിഷയമാണ്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലൊന്നാണ്. K സുരേന്ദ്രൻ മത്സരിക്കുന്ന മണ്ഡലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഷഹനാസ് പാദൂറിനെ നിർത്താൻ ആലോചന നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ INL തന്നെ കാസർഗോഡ് സീറ്റ് കാലങ്ങളായി നൽകുന്നത് പോലെ തന്നെ INL സീറ്റ് നൽകും. അവിടെയും കാസർഗോഡും മഞ്ചേശ്വരത്തും ഒരു പ്രത്യേകത 3ാം സ്ഥാനത്താണ് LDF എന്നതാണ്. അതുകൊണ്ട് തന്നെ ഷഹനാസ് പാദൂറിനെ ഇറക്കി പരമാവധി ന്യൂനപക്ഷ വോട്ടുകൾ ഉൾപ്പെടെ നേടാനാണ് LDF-ന് കണക്കുകൂട്ടൽ. നമുക്കറിയാം ഷഹനാസ് പാദൂർ നേരത്തെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. കോൺഗ്രസ് പാളയത്തിലായിരുന്ന ഷഹനാസ് പാദൂർ ഇത്തരത്തിൽ സീറ്റ് നൽകാത്തതിനെ തുടർന്ന് സ്വതന്ത്രനായി മത്സരിക്കുകയും പിന്നീട് അവിടെ വിജയിക്കുകയും അങ്ങനെ ഷഹനാസ് പാദൂറിന്റെ ഫലത്തിൽ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ കഴിഞ്ഞ തവണ LDF-ന് ലഭിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായതാണ്. ഷഹനാസ് പാദൂർ അത്തരത്തിൽ വളരെ അടുത്ത് രാഷ്ട്രീയത്തിൽ വന്ന ഒരാളാണെങ്കിലും വലിയ തോതിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരിക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അത്തരത്തിൽ ജനകീയനായ ഒരാളായി നിൽക്കുന്ന ഒരാളാണെന്നതിൽ കൊണ്ടാണ് മഞ്ചേശ്വരത്തേക്ക് ഇപ്പോൾ പരിഗണിക്കുന്നത്. ഏതായാലും CPM-ന്റെ പ്രാഥമികമായ ഒരു പട്ടികയാണത്. ഇതിൽ തൃക്കരിപ്പൂരിൽ വലിയ മാറ്റം വരാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഉദുമയിലും CH കുഞ്ഞമ്പു MLA തുടരും. കാസർഗോഡും മഞ്ചേശ്വരത്തിന്റെ കാര്യത്തിലാണ് ആ സീറ്റുകൾ വെച്ച് മാറേണ്ടതുണ്ടോ, INL തന്നെ കാസർഗോഡ് കൊടുക്കേണ്ടതുണ്ടോ, പകരം ഷഹനാസ് പാദൂറിനെ മഞ്ചേശ്വരത്ത് മത്സരിപ്പിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ആയിട്ടില്ല. എന്തായാലും ഈ രീതിയിലാണ് ഇപ്പോൾ LDF-ന്റെ പ്രാഥമികമായ ഒരു ലിസ്റ്റ് പോയിട്ടുള്ളത്. ഇതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അഭിലാഷ്.
യെസ്, അതാണ് കാസർകോട്ടെ ഇടത് സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് CPIഎമ്മിന്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നത് സംബന്ധിച്ച ഒരു ചിത്രം തെളിയുന്നുണ്ട്. പക്ഷേ നമ്മൾ ആവർത്തിച്ച് പറയുന്നു, അത് പാർട്ടിയുടെ അന്തിമമായ തീരുമാനത്തിന് ശേഷം, അതായത് സംസ്ഥാന നേതൃത്വം പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ കൂടി വിലയിരുത്തിയതിനു ശേഷം ആയിരിക്കും ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശങ്ങളിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നതിൽ തീരുമാനം എടുക്കുക. മഞ്ചേശ്വരം പോലെയുള്ള മണ്ഡലം, അവിടെ BJP അക്കൗണ്ട് തുറക്കാൻ എപ്പോഴും ശ്രമിക്കുന്ന മണ്ഡലം കൂടിയാണ് എന്നത് എടുത്തു പറയേണ്ടതാണ്. അങ്ങനെയൊരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ആണ് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഇനി കാസർഗോഡും ഉണ്ടാകുമോ എന്നത് അറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.